فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. പ്രിയ പഠിതാക്കളെ, കഴിഞ്ഞ നമ്മുടെ അഖീദ ക്ലാസ്സിൽ അള്ളാഹു എന്തുകൊണ്ട് അവൻ ആരാധനയ്ക്ക് അർഹനാണ് എന്നതിൻ്റെ കാരണമായി നമ്മൾ പറഞ്ഞത് അള്ളാഹുവാണ് സൃഷ്ടിപ്പ് നടത്തുന്നവൻ എന്നാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടിചരാചരങ്ങളുടെയും റബ്ബാണ്, രക്ഷിതാവാണ് എന്ന നിലക്ക് തന്നെ ആരാധനയ്ക്കർഹൻ അവൻ മാത്രമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇവിടെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുള്ളവരെയും. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി. അല്ലദീ, അവനാണ് ജഅല ലക്കുമുൽ അർദ ഫിറാശൻ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തരികയും വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ നിങ്ങൾക്ക് മേൽപ്പുരയാക്കി തരികയും ചെയ്തവൻ. വഅൻസല മിനസ് സമാഇ മഅൻ, അവനാകുന്നു ആകാശത്ത് നിന്ന് ഉപരിലോകത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കിത്തരികയും ചെയ്തവൻ. ഫഅഖ്റജ ബിഹി, അത് മുഖേന അവൻ ഉൽപ്പാദിപ്പിച്ചു മിനസ് സമറാത്തി, ഫലവർഗ്ഗങ്ങൾ, റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഉപജീവനം എന്ന നിലയിൽ, ഭക്ഷണം എന്ന നിലയിൽ. അതിനാൽ ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദൻ, നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. വഅൻതും തഅലമൂൻ, നിങ്ങൾക്കത് അറിവുള്ളതോടുകൂടി അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നിങ്ങൾക്ക് ആകാശത്തെ മേൽപ്പുരയാക്കി ഭൂമിയെ വിരിപ്പാക്കി ഉപരിലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴയെ തന്നവൻ എന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആരാധന അവനു മാത്രം നിങ്ങൾ നൽകണം, മറ്റുള്ളവർക്ക് നൽകാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അവൻ റബ്ബായിരിക്കാൻ അവനുള്ള അർഹത, ഇസ്തിഹ്ഖാഖുൽ ഇബാദ, ആരാധനയ്ക്കുള്ള അർഹത എന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി ആയത്തിൽ പറയുന്നത് നിങ്ങൾ അവനെ ആരാധിക്കണം. എന്തുകൊണ്ട്? അവൻ നിങ്ങളെ സൃഷ്ടിച്ചു എന്ന കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവനെ നിങ്ങൾ ആരാധിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിച്ചവൻ അവൻ തീർച്ചയായും അവനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലെങ്കിൽ അത് വിരുദ്ധമാകും. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുക, അവനാകുന്നു എല്ലാം സൃഷ്ടിച്ചവൻ എന്നിരിക്കെ അവനെ വിട്ടുകൊണ്ട് മറ്റൊരാളെ ആരാധിക്കുക എന്നത് അതിനേക്കാൾ വലിയ വൈരുദ്ധ്യം വേറുണ്ടോ? ഒന്നിനും കഴിയാത്ത, സൃഷ്ടിപ്പിനോ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയോ ശക്തിയോ ആരാധിക്കുന്നത് ഏറ്റവും വലിയ വിരുദ്ധതയാണ്, ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. രണ്ടാമതായി ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് തഖ്വ കിട്ടണമെന്നാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മതാ ബോധം നിങ്ങൾക്ക് കൈവരാൻ വേണ്ടി. തഖ്വ എന്ന് പറഞ്ഞാൽ ഹി ഇത്തിഖാദു വിഖായത്തിൻ മിൻ അദാബില്ല. ശൈഖ് ഉസൈമീൻ റഹ്മഹുല്ലാ ഈ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണം നൽകിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയെ അതിൽ നിന്നും സൂക്ഷിക്കുക. അതെങ്ങനെ? അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ടുമാണ്. മൂന്നാമതായി പറഞ്ഞത് ജഅലഹ ഫിറാശൻ എന്നാ പറഞ്ഞത്. ജഅലഹ ഫിറാശൻ, അവൻ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നിരിക്കുന്നു, തൊട്ടിലാക്കി തന്നിരിക്കുന്നു. അതിലൊരു പ്രയാസമോ ക്ഷീണമോ ഇല്ലാതെ അവിടെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി മനുഷ്യൻ അവൻ്റെ കിടക്കയിൽ കിടന്നുറങ്ങുന്നത് പോലെ ആ കിടക്കയാക്കി എന്നാണ് ഭൂമിയെപ്പറ്റി അള്ളാഹു പറഞ്ഞത്. നാലാമതായി ഇവിടെ പറഞ്ഞത് വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് നാം മേൽപ്പുരയാക്കി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിലുള്ള ഒരു എടുപ്പാണ്. എന്ന് പറഞ്ഞാൽ ആകാശത്തിന് മുകളിലുള്ള ഭൂമിയിലുള്ള ആളുകൾക്ക് തണലായി
വഹിയ സഖ്ഫും മഹ്ഫൂള എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വജഅൽന അസ്സമാഅ സഖ്ഫൻ മഹ്ഫൂള, നാം ആകാശത്തെ സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കി തീർത്തിരിക്കുന്നു, ഒരു മച്ചാക്കി തീർന്നിരിക്കുന്നു. വഹും അൻ ആയാതിഹ, എന്നിട്ടും അവർ ആ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ മുഅരിദൂൻ, അവർ പിന്തിരിഞ്ഞു കളയുന്നവരാണ്, ദൃഷ്ടാന്തങ്ങളിൽ നിന്നും അവർ മാറിപ്പോകുന്നവരാണ് എന്ന് പറയുന്നു. അതുമാത്രമല്ല വഅൻസല മിനസ് സമാഇ മഅ, ഉപരിലോകത്തു നിന്നും നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നവൻ അവനാണ് എന്ന് പറഞ്ഞാൽ ഉപരിലോകത്തെ മേഘങ്ങളിൽ നിന്നും ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് ഒരുക്കി തന്നവൻ. ലക്കും മിൻഹു ശറാബുൻ വമിൻഹു ഷജറുൻ ഫീഹി തുസീമൂൻ, നോക്ക് നിങ്ങൾക്ക് കുടിക്കാനുതകുന്ന വെള്ളം, അതേപോലെ തന്നെ വൃക്ഷങ്ങൾക്കും അവകൾക്കും കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്ന നിലക്കാണ് വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിവരിച്ചു തന്നുകൊണ്ട് അല്ലാഹ് പറയുകയാണ് ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദൻ വഅൻതും തഅലമൂൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നിരിക്കെ നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്. ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് അൽ ഖാലിഖു ലിഹാദിഹിൽ അശ്യ, ഈ സൃഷ്ടികളെയെല്ലാം ഇതിനെയെല്ലാം ഈ വസ്തുക്കളെയെല്ലാം സൃഷ്ടിച്ചവൻ ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ, അവനാണ് ഇബാദത്തിന് അർഹനെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഒന്നിനെ ആരാധിക്കുക എന്നതിനേക്കാൾ ഇത്രയും വലിയ വിഡ്ഢിത്തം വേറുണ്ടോ? എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനുള്ള കാരണം എണ്ണി എണ്ണി സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തിൽ 21 മുതൽ 22 വരെയുള്ള ആയത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞെടുത്ത് നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ അള്ളാഹ് പറഞ്ഞത് മതഅല്ലക്കും വലിയ അന്യാമിക്കും, നിങ്ങൾക്ക് ആസ്വദിക്കുവാനും നിങ്ങളുടെ മൃഗങ്ങൾക്കും, നിങ്ങൾക്ക് വിഭവം എന്ന നിലയിലും നിങ്ങളുടെ കന്നുകാലികൾക്ക് വിഭവം എന്ന നിലയിലാണ് അള്ളാഹു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച, നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങൾ നിദ്ദുണ്ടാക്കരുത്. നിദ് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അന്താദൻ എന്ന് പറയാനുള്ള കാരണം ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധന സൃഷ്ടികൾക്ക് വഴിതിരിച്ചു വിട്ടാൽ, അവർക്ക് നൽകിയാൽ അത് തീർത്തും അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണ് എന്നാണ് കൃത്യമായിട്ട് തന്നെ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറയുന്ന ബോധപൂർവം അറിയാതെയല്ല, വഅൻതും തഅലമൂൻ എന്ന് പറഞ്ഞാൽ അന്നഹു ലാ നിദ്ദലഹു, അവനൊരു തുല്യരായിട്ട് ഒന്നുമില്ല, അവൻ ഈക്വലായി ഒന്നുമില്ല. വഅന്നഹു ബിയദിഹിൽ ഖൽഖു വറിസ്ഖു വതദ്ബീർ, എല്ലാ നിയന്ത്രണവും ഉപജീവനവും സൃഷ്ടിപ്പും എല്ലാം അവൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് അവന് ഒരു പങ്കാളിയെയും നിശ്ചയിക്കാൻ ഇബാദത്തിൽ പാടില്ല എന്നാണ് ഗൗരവമായിട്ട് അതിനെ സംബന്ധിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അത് ഇമാദുദ്ദീനാണ്. ആരാധന അള്ളാഹുവിന് മാത്രം എന്നത് ദീനിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ തൻ്റെ തഫ്സീറിൽ അതിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹുവെ നമ്മൾ ആരാധിക്കണമെന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആ വിഷയം പറഞ്ഞുകൊണ്ട് ആ നിലക്ക് തന്നെ ഇബാദത്തിൻ്റെ മറ്റു കാര്യങ്ങളെ കൂടി നമുക്ക് പറഞ്ഞു തരികയാണ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ, ഈ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണ കർത്താവ്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ അവിടെ ആരാധനയിൽ വരുന്ന കാര്യം അത് ഇസ്ലാം, അതുപോലെ ഈമാൻ, അതുപോലെ 3 കാര്യങ്ങൾ ഇഹ്സാൻ, ഈ 3 കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ 3 ഗൗരവമുള്ള വിഷയങ്ങളാണ്. അത് ഇബാദത്തിൻ്റെ ഭാഗമായി ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇതനുസരിച്ച് തന്നെ ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചൊരു ഹദീസിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു ദിവസം അങ്ങേയറ്റം നല്ല ശുഭ്രവസ്ത്രധാരിയായ നല്ല കറുത്ത നിറമുള്ള മുടിയുള്ള ഒരാൾ ഞങ്ങളുടെ അടുക്കൽ വരികയാണ്. പക്ഷേ ആ വന്ന ആഗതൻ്റെ ദേഹത്ത് യാത്രയുടേതായ ഒരു അടയാളവും കാണുന്നില്ല. ഞങ്ങളിൽ ആർക്കും അദ്ദേഹത്തെ പരിചയവുമില്ല, ഇതിനു മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 2 കാൽമുട്ടുകളും പ്രവാചകൻ്റെ കാൽമുട്ടുകളോട് ചേർത്ത് വെച്ച്, തുടകളോട് ചേർത്ത് വെച്ച്, തുടയിൽ റസൂലിൻ്റെ തുടയിൽ 2 തുടകളിലും അദ്ദേഹത്തിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദേ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് താങ്കൾ പറഞ്ഞു തന്നാലും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്നത് സാക്ഷ്യം വഹിക്കണം.
വന്ന മുഹമ്മദ് റസൂലുള്ള, തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നും സാക്ഷ്യം വഹിക്കണം. തുഖീമ സ്വലാത്ത, നമസ്കാരം നിലനിർത്തുകയും, വതുഉതി സക്കാത്ത്, സക്കാത്ത് കൊടുത്തു വിടുകയും, വതസൂമ റമദാൻ, റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും, വതഹജ്ജുൽ ബൈത്ത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, സാധിക്കുമെങ്കിൽ കഅബയിൽ പോയി നീ ഹജ്ജ് ചെയ്യുകയും വേണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനോട് ഇസ്ലാമിനെ പറ്റി ചോദിച്ചു പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആഗതൻ പറഞ്ഞു, സദഖത്ത മുഹമ്മദെ, താങ്കൾ പറഞ്ഞ സത്യമാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറയും, ഞങ്ങൾ അന്തം വിട്ടു. ഒരാൾ വന്ന് ചോദ്യം ചെയ്യിക്കുന്നു, റസൂൽ അതിന് മറുപടി പറയുന്നു, ചോദിക്കുന്ന ആൾ തന്നെ പ്രവാചകന്റെ മറുപടിയെ അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് അത്ഭുതം തോന്നിയെന്നാണ്. രണ്ടാമത് ആഗതൻ വന്ന് പറഞ്ഞത് അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെപ്പറ്റി താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കണം, മലക്കുകളിൽ, അവൻ്റെ ദൂതന്മാരിൽ, അന്ത്യനാളിൽ, വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഖദറിലുള്ള വിശ്വാസം നിനക്ക് വേണം, അതിന് നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ആഗതൻ പറഞ്ഞു, സദഖത്ത, താങ്കൾ പറഞ്ഞ സത്യമാണ്. വീണ്ടും അദ്ദേഹം ചോദ്യം, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, എന്താണ് ഈ ഇഹ്സാൻ എന്നാണ് ചോദിച്ചത്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ റസൂൽ പറഞ്ഞു, തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്, അള്ളാഹുവെ നീ കണ്ടില്ലെങ്കിലും അവനെ കാണുന്ന പോലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിവരിച്ചു. ഇബാദത്തിൻ്റെ മാധുര്യം നമുക്ക് ലഭിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം ആ ഒരു കോൺസെൻട്രേഷനിൽ നിന്നുകൊണ്ട് അള്ളാഹുവെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും മനസ്സിൽ ഒരു രൂപം സങ്കല്പിക്കണമെന്നല്ല പറഞ്ഞത്, ആ ഏറ്റവും പരമാധികാരിയുടെ മുന്നിൽ പുച്ഛമടക്കി നമ്മൾ നിൽക്കുന്നത് പോലെ ആ നിൽപ്പ് ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ വളരെ ഭയഭക്തിയോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുക എന്നതാണ്. അള്ളാഹു മുന്നിൽ നിൽക്കുന്നത് പോലെ എന്നൊരു ഫീൽ ഉണ്ടാകണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിൻ്റെ അർത്ഥം. പിന്നെ ചോദിച്ചു, ഫഅഖ്ബിർനി അനി സഅ, അന്ത്യനാളിനെ പറ്റി പറഞ്ഞു തരിക മുഹമ്മദെ. അപ്പോൾ റസൂൽ തിരിച്ചു ചോദിച്ചു, മൽ മസ്ഊലു അൻഹാ ബിഅലം മിനസ് സഇൽ, ഈ ചോദിക്കപ്പെടുന്ന ആൾ ചോദ്യകർത്താവിനേക്കാൾ ആ വിഷയത്തിൽ വിവരമുള്ള ആളല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ അടയാളത്തെപ്പറ്റി പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, അൻതലിദൽ അമത്തു റബ്ബതഹ, ഒരു സ്ത്രീ തൻ്റെ യജമാനത്തിയെ പ്രസവിക്കുക. അതായത് മാതാക്കളെ മക്കൾ അടിമകളാക്കുന്ന ഒരു കാലം വരും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. റസൂൽ പിന്നും പറഞ്ഞു, വൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്ത റിആ അശ്ശ, ആടിനെ മേക്കുന്ന, ചെരുപ്പ് ധരിക്കാൻ വകയില്ലാത്ത നിർധനരായ ആളുകളെ, നഗ്നരായ ആളുകളെ, തതാവലൂന ഫിൽ ബുന്യാൻ, വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം കുറച്ചു നേരം അവിടെ നിന്നു, പിന്നീട് എണീറ്റ് പോയി. ഞാൻ ചോദിച്ചു, റസൂൽ എന്നോട് ചോദിച്ചു, യാ ഉമർ തദ്രി മനിസ് സഇൽ, ആ ചോദ്യകർത്താവ് ആരാണെന്ന് താങ്കൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, അല്ലാഹു റസൂലുമാണ് അതിനെപ്പറ്റി ഏറ്റവും അറിയുന്നത്. റസൂൽ പറഞ്ഞു, ഫൈനഹു ജിബ്രീലു ആതാകും യുഅല്ലിമുകും ദീനകും, ആ വന്നത് ജിബ്രീലാണ്, നിങ്ങളെ ദീന് പഠിപ്പിക്കാൻ, മതം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്നാണ്. ഇത് ഇമാം മുസ്ലിം തന്നെ സ്വഹീഹിൽ ഉദ്ധരിച്ചൊരു ഹദീസാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ ഒരു ഹദീസിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇബാദത്തിൻ്റെ മറ്റു വിപുലമായ ചില ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഇത് മൂന്നും ഈ ഹദീസിൽ നിന്നാണ് അതിൻ്റെ ഭാഗങ്ങളാക്കി നമ്മൾ മനസ്സിലാക്കിയത്. അത് കൃത്യമായി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.